എൻ്റെയും അമ്മുൻ്റെയും സ്കൂളിൽ ഇന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് കഴിഞ്ഞ കൊല്ലത്തെ A+ വാങ്ങിച്ച പിള്ളേർക്കുള്ള സമ്മാനം കൊടുക്കല്. അപ്പോൾ പായുവിന് ഇക്കൊല്ലവും ഉണ്ട് A+. അതിൽ ദൈവത്തിന് നന്ദി. ഇനി അങ്ങോട്ടൊക്കെ എനിക്കറിയില്ല, ഉണ്ടാവട്ടെ. ഇപ്പം ഇത്രയും നാളവള് LKG തൊട്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ട് ഉണ്ടാവട്ടെ. അമ്മുട്ടി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഇതേപോലെ അമ്മുട്ടിയും ചെറിയ പ്രായത്തിലൊക്കെ A+ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ആ ഒരു കൊറോണ കഴിഞ്ഞപ്പോൾ ആളൊന്ന് ഡൗൺ ആയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി വന്നിട്ടില്ല, ഭയങ്കര ഡൗൺ ആണ് ഇപ്പോഴും. അപ്പോൾ പക്ഷെ ഇപ്പം അവൾ നന്നായി പഠിക്കുന്നുണ്ട് കേട്ടോ. അവളെ മാക്സിമം അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഒക്കെ കൊടുക്കാം. പക്ഷെ എന്നാലും സ്വന്തമായിട്ടിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പായും ഇക്കൊല്ലം തൊട്ട് സ്വന്തമായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. ഈ സ്കൂൾ തുറന്നതിന് ശേഷം ഞാൻ ഇന്നത്തെ ഒരു ദിവസം വരെ ഞാൻ അവളെ ഇരുത്തി പഠിപ്പിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് ഇന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം അമ്മുനെയും പായുനെയൊക്കെ ഇങ്ങനെ ആ മേശപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഞാൻ പറയാറില്ല എപ്പോഴും, ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിപ്പിച്ച് തലയ്ക്ക് ഭ്രാന്താവും സത്യം പറഞ്ഞാല്. അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കണോടത്തോളം പഠിക്കട്ടെ, കിട്ടാത്തത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത കൊല്ലം പക്ഷെ അമ്മൂട്ടിനെ അങ്ങനെ വിടാൻ പറ്റില്ല, 10ാം ക്ലാസ് അല്ലേ. കുറച്ചും കൂടെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇക്കൊല്ലം അവളെ കൊണ്ടാവുന്ന രീതിയിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കണില്ല, രണ്ടാൾക്കും കൊടുക്കണില്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ഫംഗ്ഷന് പോയിട്ട് വരാം. പായുമ്പോടൊപ്പം നമുക്ക് സമ്മാനമൊക്കെ വാങ്ങിയിട്ട് വരാം. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഉള്ളവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 10ാം ക്ലാസ് കൊല്ലം കഴിഞ്ഞ് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടിയാണ് ഇത്. ശ്രീനന്ദ എന്നാണ് തോന്നുന്നു ആ കുട്ടിയുടെ പേര്, എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പ്രൈസൊക്കെ, പക്ഷെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ വീക്ക്ലി വ്ളോഗ് ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ സമയം കുറേ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. ഇതാ പായുമ്പയുടെ കൂടായിട്ടുണ്ട്. അപ്പം ഞാനും പായും കൂടിയിട്ട് ഇതാ പ്രൈസ് വാങ്ങിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ആരാധ്യ ബിനീഷ് നിങ്ങൾ വിളിക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് സങ്കടം വരാറുണ്ട്, കണ്ണ് നിറയാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ എനിക്കറിയില്ല. അത് പായുവിൻ്റെ മാത്രമല്ല, എനിക്ക് നല്ല പെർഫോമൻസൊക്കെ ഈ സ്റ്റേജിലെ ഡാൻസൊക്കെ കളിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർ നല്ല രീതിയിലൊക്കെ കളിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. അതേപോലെ നല്ല മാർക്കൊക്കെ വാങ്ങിയ പിള്ളേരൊക്കെ സ്റ്റേജിൽ, എനിക്കിപ്പോൾ ആ കുട്ടികൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് ഇത്ര പിള്ളേരെ വന്ന് വാങ്ങിച്ചിട്ടുള്ളതെന്നറിയോ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അടുത്ത കൊല്ലം എൻ്റെ അമ്മൂട്ടി ഉണ്ടോ എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. എന്നാലും കിട്ടിയില്ല എന്ന് വെച്ചാൽ എനിക്കതിൽ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ആകെ ഒരു കാര്യമുള്ളൂ, നീ നിൻ്റെ ബെസ്റ്റ് കൊടുക്കുക. അതിൽ മാർക്ക് കുറയാണ്ടിരിക്കുക, അത് കുറയാണ്ടിരിക്കാൻ നീ ശ്രമിക്കുക, മാക്സിമം നീ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലൊന്നും ചെയ്യാനില്ല. കാരണം മോളുടെ ബെസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താകുന്നൊന്നും എനിക്കറിയില്ല. ആരെടുത്ത കളേഴ്സ് 12:30 ആയപ്പോൾ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. 2:30 ക്ലാസ് കഴിയുള്ളൂ. സാധാരണ ഞാൻ ആദ്യമൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ ഇതേപോലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പായനെടുത്തിട്ട് നേരെ പോരും. പക്ഷേ ഇക്കൊല്ലം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണെങ്കിലും ക്ലാസ് പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞവരെ അവിടെ ഇരുന്നു. ഇന്ന് പിന്നെ ഞാൻ വീണ്ടും സ്കൂളിലേക്ക് പോയി അവളെ എടുത്തിട്ട് തിരിച്ചു പോന്നു കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാടാനപ്പള്ളി പോയിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പ്രായിൻ്റെ പ്രൈസിൻ്റെ കുറേ പ്രൈസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പായൻ്റെ പുതിയ പ്രൈസും കൂടെ കയറ്റി വെക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് വെക്കാൻ പാടുള്ളൂ അമ്മ വന്നപ്പോൾ തന്നെ വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാഞ്ഞത്. നമ്മുടെ വീട്ടിൽ ആകെ പൊടിയായിട്ടുണ്ട്. പായു പറയായിരുന്നു എൻ്റെ പ്രൈസുമലൊക്കെ നിറയെ ഫംഗൽ പോലെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് ക്ലീൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഷെൽഫിൽ അങ്ങേറ്റത്തിരിക്കുന്നതൊക്കെ അമ്മൂട്ടിയുടെ പ്രൈസുകളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ സ്ക്വിഡ് ഗെയിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ സീസൺ 3, അതൊന്ന് കണ്ട് ഫിനിഷ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയത്. എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന നീ വീണ്ടും ഗ്യാസ് വന്ന് നമ്മുടെ തിരി കത്തിക്കുന്ന സ്വഭാവം തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോണതാണ് കേട്ടോ. എനിക്കിത് കാലത്ത് കഴിഞ്ഞിട്ട് കത്തിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കേടാ. എനിക്ക് ആ ഒരു സ്മെല്ല് കിട്ടിയില്ല എന്ന് വെച്ചാൽ എന്തോ എവിടെയോ ഒരു കുറവുള്ള പോലെ തോന്നും. ആ നേരത്തെ ലൈറ്ററൊക്കെ തപ്പാന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റർ വെച്ച വാഴിയില്ല. കാരണം പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് ആ സാധനം എവിടെ കൊണ്ടുവയ്ക്കാമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ എനിക്ക് എളുപ്പപ്പണിക്ക് ഞാൻ ഗ്യാസുമ്പോൾ തന്നെ കത്തിക്കും. അപ്പോൾ ഫേസ്ബുക്കിലാണ് കേട്ടോ എനിക്കൊരു കമൻറ്റ് വന്നത്, അങ്ങനെ
ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ പിന്നെന്താ വീണ്ടും ചെയ്യണേന്നുള്ളത്. നമുക്ക് ഇന്ന് കാലത്തേക്ക് പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ. ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലല്ലോ, ചപ്പാത്തിയും ബീട്രൂട്ടും പൊട്ടറ്റോ കറി ആയിരുന്നു. അപ്പോൾ കറി ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇന്നത്തേക്ക് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ചോറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വെളിച്ചെണ്ണയുടെ അവിടെ നിന്ന് മാറിയിരിക്കുക. വണ്ടിക്കാർ ചേട്ടന്മാർ വന്നപ്പോൾ നമ്മൾ അവക്കാഡോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ അവക്കാഡോയുടെ ഷോർട്സ് ഇട്ടപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കേട്ടോ. കാരണം ഇതിങ്ങനെയല്ല കഴിക്കുകയെന്ന് പറഞ്ഞിട്ട്. പലരും പല രീതിയിലാണ് ഒരു ഭക്ഷണം കഴിക്കുക. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വീഡിയോയിൽ, ഞങ്ങളുടെ അമ്മായിയുടെ വീട് വയനാട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് അമ്മായിയൊക്കെ വരുമ്പോൾ അവർ കുറേ കൊണ്ടുവരും, ഒരു ചാക്ക് നിറയെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതിന് കമൻറ്റ്, ഒരു ചാക്ക് എന്നൊക്കെ പറയുന്നത് കൂടുതലല്ലേ, ഇതിന്ന് കുറച്ചുകൂടെ എന്നൊക്കെ. അവരുടെ വീട്ടിലിത് സുലഭമാണ്, അവരെ വീടിൻ്റെ മുറ്റത്തും റോഡിൻ്റെ സൈഡിലൊക്കെ ഇതിങ്ങനെ സുലഭമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കതൊരു പൈസ കൊടുത്ത് വാങ്ങിക്കുക തന്നെ വേണ്ട. അവർ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനം നമുക്കിപ്പോൾ മാങ്ങയൊക്കെ പൊട്ടിച്ച് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ കൊടുക്കൂലേ, അത്രയും ലാഘവത്തോട് കൂടിയിട്ടാണ് അവരത് കാണുന്നത്. അപ്പം അവിടെ നിന്ന് അമ്മായി വന്നിട്ട് നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു സംഭവമാണ്, അതായത് ഈ അവക്കാഡോ പഴുത്തയിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുക എന്നുള്ളത്. പലരും പല രീതിയിലൊക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക. ചിലർ മുട്ടയൊക്കെ ചേർത്തിട്ടൊക്കെ കഴിക്കുന്നുണ്ടാവും, കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ടായിരിക്കും. നമ്മൾ നമ്മുടേതായ രീതിയിൽ കഴിക്കുന്നു. അതിന് ഒരാളെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഷുഗർ കഴിക്കുന്നത് പൊട്ടയാണെന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്, ഷുഗർ കഴിക്കുന്നത് പൊട്ട തന്നെയാണ്, ഞാൻ അല്ലാതൊന്നും പറയണില്ല. നമ്മൾ എത്ര പേര് എന്നിട്ട് ഷുഗർ കഴിക്കാതിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ആൾ പോലും ഏതെങ്കിലും രീതിയിൽ കൂടിയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഷുഗർ എത്തണില്ലേ? ഒരു ചോറിൽ കൂടി ആണെങ്കിലും ചപ്പാത്തി കൂടി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും പല രൂപത്തിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അല്ലേ? പക്ഷെ കുറ്റം പറയണതിന് ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അവസാനം അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്കൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ സ്കൂളിലേക്ക് പോകാനുള്ള സമയം അടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കെട്ടിപ്പിടുത്തവും ഉമ്മ വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. അതിന് നാളെ മലയാളം പരീക്ഷ കേട്ടോ, റിവിഷൻ കഴിഞ്ഞു. ഇനി ഏതാ പഠിക്കാനുള്ളേ? എന്താ പഠിക്കാനുള്ളേ പറ. എന്താ ഉള്ളേ? എനിക്ക് വയ്യാട്ടാ, എനിക്ക് കാലത്തോട്ട് തീരെ വയ്യ. കാലത്തോട്ട് കിടപ്പായിരുന്നു, ഫുള്ള് കിടപ്പായിരുന്നു. ഭയങ്കര ബാക്ക് പെയിൻ, തലവേദന. ഇപ്പം നമുക്ക് സ്ക്രീൻ ടൈം കൂടുതലാണ്, അതുണ്ട്. അതാണ് തലവേദനയുടെ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ടെൻഷൻ, പക്ഷെ ബാക്ക് പെയിൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറാണ്. താഴ്മ പരീക്ഷ കാരണം. പിന്നെ അതൊക്കെ എനിക്ക് ആദ്യമേ അറിയാൻ പരീക്ഷ വരുന്നുണ്ട് എന്ന്. ഇച്ചേച്ചിയുടെ പരീക്ഷയുടെ ടൈം ടേബിൾ ഇന്നലെ വന്നില്ലേ, അപ്പൊ അത് കാരണം ടെൻഷൻ. ചേച്ചിന്റെ PT വേണം, അതാണ് ടെൻഷൻ കൂടിയത്. അപ്പോഴേക്ക് എന്റെ പേര് കിട്ടൂട്ടാ. ഞാൻ ഇന്ന് വന്നിട്ടാണ് വേറെ പറഞ്ഞ മലയാളം പരീക്ഷ. അതിന് മുമ്പ് നമുക്ക് പൊടിപ്പോയിണ്ടായിരുന്നു. വയ്യ, തീരെ വയ്യ, സുഖല്ല, അസഹിഷ്ണുതയാണ് എനിക്ക്. എന്ത് വേഗം ഒരു ദിവസം ഒന്നും ചെയ്യാനില്ലാതെ കടന്നു പോയതല്ലേ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഈ ഒരു കുപ്പി ഉണ്ടല്ലോ, ഇപ്പം ഞാൻ വെളിച്ചെണ്ണ വയ്ക്കുന്ന കുപ്പി നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലത്തെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഒരു കുപ്പി കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ വാങ്ങിച്ച് വെച്ചേക്കും വീട്ടിൽ. ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ നമുക്ക്. കാരണം ഓയിലൊക്കെ എടുക്കുമ്പോൾ, അതായത് വെളിച്ചെണ്ണയൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് അളന്ന് തൂക്കി എടുത്താൽ മതി. ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. കാരണം അതങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴല്ലേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് അറിയാം ഒരളവ്. അല്ലാണ്ട് നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടിയെന്നൊക്കെ ഇരിക്കും. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഈ ഒരു കുപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനെനിക്കൊരു ചായയൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്കിന്ന് കാലത്തേക്ക് തക്കാളി ചമ്മന്തിയും റവ ഇഡ്ഡലിയുമാണ് കേട്ടോ. തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് അരച്ചിട്ട് ആക്കൂലേ, അങ്ങനെയാണ് ആക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് അത് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ആഴ്ചക്കാലത്തെ മെനുവിൽ നമ്മളത് കയറ്റിയത്. ഈ മെനു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോട്ടലിലത്തെ അതല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ചക്കുള്ള മെനു ഞാൻ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, അതിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഒരു ടെൻഷനില്ലാതെ കാലത്ത് എൻ്റെ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതേ ഒരു ടെൻഷനില്ലാതെ എനിക്ക് ഇറങ്ങിപ്പോരാൻ സാധിക്കുന്നുണ്ട്. തലേദിവസം തന്നെ അതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. റവ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്ലാസ് റവ എടുക്കുക. നിങ്ങളുടെ പുളിക്ക് ആവശ്യമുള്ള തൈര് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ എടുക്കുക, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉഴുന്ന് പൊട്ടിക്കുക, പിന്നെ സബോള ഇടുക, പച്ചമുളക്, ഇഞ്ചി, വേപ്പില. ഇത് നന്നായിട്ട് നമ്മൾ നമ്മുടെ ചോപ്പർ ഉണ്ടെന്ന് വെച്ചാൽ അതായിരിക്കും ബെസ്റ്റ്. അതിൽ നന്നായി ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ വഴറ്റിയെടുത്ത സാധനം നമ്മൾ നേരത്തെ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ, ഒന്നുമില്ലടാ, ഉപ്പൊക്കെ ഇടുക പാകത്തിനുള്ളത്. അത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കണ തട്ടിൽ വെച്ചിട്ട് ഇഡ്ഡലി ആക്കിയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ.
നമുക്കിന്ന് കൊറിയർ അയക്കാനുണ്ടായിരുന്നു ഓയിൽ. അപ്പോൾ അതിനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്നോട് കൊറിയർ ഓഫീസിലത്തെ ചേട്ടൻ പറഞ്ഞേ DTP എടുക്കുന്ന വെച്ചാൽ അതിങ്ങനെ എഴുതി കഷ്ടപ്പെടണ്ട, അതിനുള്ള പൈസ കൊടുത്താൽ മതിയല്ലോ. പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഓയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കതിൽ നിന്ന് വളരെ കുറഞ്ഞ രീതിയിലുള്ളൊരു ലാഭം മാത്രമേ ഉള്ളൂ. ഞാൻ ആ DTP എടുക്കണ പൈസ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ ആ ലാഭം ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എഴുതി കൂട്ടിയാലും കുഴപ്പമില്ല. കാരണം എനിക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് അത്രയും നേരം വെറുതെ കിടന്ന് ഉറങ്ങുന്ന സമയം എനിക്കിവിടെ ഞാനൊന്ന് ആക്റ്റീവായിട്ടിരിക്കും. ഞാൻ അതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മൊത്തം. പായു പോയി പാന് തപ്പിയിട്ട് പോയതാണ് അലമാരിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പാൻ അവിടെ ഉണ്ടാവും, നീ നോക്ക്. ഇതായിരുന്നു എനിക്ക് ബർത്ത്ഡേക്ക് സമ്മാനിച്ച കാർഡാണ്. ഏട്ടൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ എടുത്ത് വെച്ചത്. അതായത് അച്ഛൻ ഉണ്ടാക്കിയതാണ് അത്. ഇപ്പം നിങ്ങളൊക്കെ പേരൊക്കെ വെച്ച് ഉണ്ടാക്കണില്ലേ? അന്നത്തെ കാലത്ത് അച്ഛൻ തൃശ്ശൂർ പോയിട്ട് ഉണ്ടാക്കിയുള്ളത് അത്. ഇത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ. മറ്റേ ആൽബത്തിൽ ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ. ഇതൊക്കെ ഇതും ആൽബത്തിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടോ? ഇതൊരു ഭംഗിയല്ലേ അച്ഛനെ കാണാനില്ലേ? തടി ഓർമ്മ വെച്ച് സുന്ദരനാണ്. ഇതൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട്. ഇതാണ് കേട്ടോ അമ്മ. അവിടുത്തെ അമ്മേനെ അച്ഛമ്മ എന്ത് തടി ഓർമ്മ വെച്ച്. സ്ലിമ്മനാണ് സ്ലിമ്മൻ. ഏയ് വാ സെറ്റാണല്ലോ. സെറ്റ് ഇതിൽ ഞാൻ നോക്കി എന്തൊരു സ്ലിമ്മാന്ന് നോക്കി. അമ്മുട്ടറ പോലെ ഉണ്ടല്ലേ. എനിക്ക് അമ്മേനെ ഇങ്ങനെ ഇഷ്ടമായില്ല കേട്ടോ. എന്നാ എൻ്റെ ബ്യൂട്ടി ബോൺ നോക്കടി, എൻ്റെ കഴുത്തിലേ നോക്കടി. ഇപ്പൊ ബ്യൂട്ടി ഇപ്പോഴല്ല എന്റെ ബ്യൂട്ടി ബോൺ നോക്കിയാണ്. എന്റെ മറ്റേ ഇത് നോക്കി, ഇതെന്താ സാധനം, ജോലൈനൊക്കെ നോക്കി. ജോലൈനില്ല കേട്ടോ അമ്മയ്ക്കധികം. പോടിയായിരുന്നു എനിക്ക് ജോലൈൻ. അല്ല അങ്ങനെ പിടിച്ചോളൂ. എനിക്ക് ജോലൈൻ ഉണ്ട്. എനിക്ക് ജോലൈനൊക്കെ ഉണ്ട്. കണ്ടാ ഡബിൾ അത് ഇതിങ്ങനെ നിക്കണോണ്ടാണ്. എനിക്ക് മധുവിനൊക്കെ എടുത്തിട്ടുള്ളൂടെ. അതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആരാന്ന് പോലും എനിക്ക് അറിയില്ല. കച്ചവടത്തെ ചൊല്ലണൊക്കെ ഇതേതാ സ്ഥലം എന്തുകൂട്ടാണ് അച്ഛനും നോക്കിക്കോ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കോ. കണ്ണി കണ്ട ഫോട്ടോ കണ്ടപ്പോൾ എന്താ കാര്യം. എൻ്റെ ഭർത്താവിനെ നോക്കി, കുമ്പയില്ലാത്ത ഭർത്താവ്. ഫ്ലാറ്റി ബോഡി. എൻ്റെ മസിൽസ് ആൻഡ് ഫ്ലാറ്റി ബോഡി. നല്ല ഇഷ്ടമായി. എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമായി. എന്തൊരു ഭംഗിയെ കാണാൻ നോക്കി. സുന്ദരൻ മുത്തന്. അയ്യോ അടിപൊളി അടിപൊളി. കടിച്ചു മുറിച്ച് തിന്നാൻ തോന്നാ. സുന്ദരനായിരുന്നു. ഇത് എന്ത് ചേച്ചി. ഹായ് സുന്ദരി. അന്നമ്മനെ കാണാൻ കൊള്ളില്ലായിരുന്നു. ഞാൻ കാര്യം പറയാ. ഇപ്പൊ ഇങ്ങനെ ബബ്ലു ബൂസ് നാരങ്ങ പോലെ ഉണ്ട്. ബബ്ലൂസ് നാരങ്ങ നിന്റെ അപ്പൂപ്പ പൊടിയരുത്. ബബ്ലൂസ് നാരങ്ങ കുഴപ്പമില്ല. അമ്മനെ കാണുമ്പോ ഒരു ബോളി. അത് ബോളച്ചനുണ്ടാ എന്നെ ബോള് ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ. അയ്യാ നമുക്കിന്ന് കാലത്തേക്ക് ഉപ്പുമാവാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ദിവസം മാറണത് നിങ്ങൾ ശരിക്കും മനസ്സിലാവേണ്ടവ ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കണത് കാണുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന ദിവസം മറ്റേ ദിവസം മറിച്ച ദിവസം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കേണ്ടത് കാണുമ്പോൾ മനസ്സിലാക്കണം ആര് പിറ്റേ ദിവസമായി എന്നുള്ളത് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, ഈ ഒരു ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഞാൻ തിങ്കളാഴ്ച തൊട്ടിട്ടൊരു വെള്ളിയാഴ്ച വരെയും ചത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. ഏട്ടനായിട്ട് തല്ലുകൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഒരാളായിട്ട് തല്ലുകൂടുമ്പോൾ എൻ്റെ മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി പോകുന്നുണ്ട്. നമ്മൾ എത്ര ആക്റ്റീവായിട്ടിരിക്കണമെന്ന് ശ്രമിച്ചാലും ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ആകെ ഡള്ളായിട്ടിരിക്കുകയായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഈ തല്ലൂട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വെച്ചാൽ ഞാൻ പോയി സോറി പറയാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് അവിടെ പോയിട്ട് മാപ്പ് പറയാൻ തീരെ പറ്റില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴായി പിന്നെ എൻ്റെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചിൻ്റെ ഭാഗമാണ് അത്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ഇപ്പോൾ ഏട്ടൻ തെറ്റ് ചെയ്താൽ കൂടിയിട്ട് ഞാൻ പോയി സോറി പറയണ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എൻ്റെ മനസ്സ് സമ്മതിക്കില്ല അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെയ്തത് ശരിയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ശരിയാണല്ലോ, എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലോ എന്നൊരു തോട്ട് ഉണ്ടെന്ന് വെച്ചാൽ ചത്താലും ഞാൻ പോയിട്ട് മാപ്പ് പറയില്ല. നമ്മളിങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ്.
അത് എനിക്ക് തോന്നുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അത് മോശമൊന്നുമല്ല. എപ്പോഴും ഭർത്താവിൻ്റെ അടിമയായിട്ട് ജീവിക്കണം എന്നൊന്നും എവിടെ എഴുതിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പം നമുക്കിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉപ്പുമാവും മുതിരക്കറിയാണ് കേട്ടോ. പക്ഷെ എന്തിങ്ങനെയൊക്കെ പറഞ്ഞാൽ കൂടിയിട്ട് നമ്മൾ ഒരാളായിട്ട് മിണ്ടാതിരിക്കുക, നമ്മൾ ഒരാളായിട്ട് അടി ഉണ്ടാക്കിയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസം അത് സ്പോയിൽ ചെയ്ത് കളയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു തല്ലൂട്ടം മാറുന്ന വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഒരാഴ്ച, അതായത് ഞങ്ങൾ തല്ലൂടിയിട്ട് സംസാരിക്കുന്നത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്. നമുക്കിന്നൊരു മരിപ്പുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചു. സജു ഏട്ടൻ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അമ്മൂട്ടിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയില്ലേ, അപ്പം കണ്ടില്ലേ. അപ്പോൾ ആ ചേട്ടൻ്റെ അച്ഛൻ മരിച്ചു. കുറച്ച് നാളായിട്ട് വയ്യാണ്ട് കിടക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ ചാർലിയുടെ കുത്തിവയ്പ്പാണ് നാളെ. അപ്പോൾ അതിൻ്റെ മരുന്ന് നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് കിട്ടുള്ളൂ. അത് വാങ്ങിക്കാൻ പോകണം. പിന്നെ നാളെ അമ്മൂട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ അവൾക്കൊരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുക്കുള്ളൂ. അത് ഞാൻ ചിലപ്പോൾ വന്നതിന് ശേഷം, എനിക്ക് വാടാനപ്പള്ളിക്ക് കൊറിയർ അയക്കാൻ പോകണം. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ പോയി വന്നതിന് ശേഷം ഇനി വാടാനപ്പള്ളിക്ക് വീണ്ടും പോകണം കേട്ടോ, കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട്. പാക്ക് ചെയ്തിട്ടില്ല, നമ്മുടെ കാർഡ്ബോർഡ് ബോക്സൊക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ അത് പാക്ക് ചെയ്യണമെന്ന് കുറച്ച് നേരം പിടിക്കും. അപ്പോഴേക്കും 2 മണിക്കാണ് ആവശ്യം വെക്കണതേ ബോഡി. അപ്പോഴേക്കും നമുക്കൊന്ന് പോയിട്ട് വരണം. മരുന്നൊക്കെ വാങ്ങിയിട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഗുരുവായൂർക്ക് നമ്മൾ ബസ്സിൽ പോകാറുണ്ട് ചെമ്പയിലേക്ക് പോകുമ്പോൾ. അതല്ലാതെ നമ്മൾ തൃശ്ശൂർക്കൊക്കെ പോകുന്നത് വളരെ റയറായിട്ടാണ് കേട്ടോ ബസ്സിൽ പോകാറുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പാട്ടൊക്കെ വെച്ച് നല്ല സെറ്റായിട്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇത് നമ്മുടെ കാഞ്ഞാണി പാടാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ നമ്മുടെ വ്ളോഗിൽ എപ്പോഴൊക്കെയോ കാണിച്ചു തന്നിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു സ്ഥലം. നമ്മുടെ വീടിനടുത്ത് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈവേ വരുന്ന പ്രമാണിച്ച് എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഈ പൊന്തയൊക്കെ വളർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് സൈഡ് വ്യൂ കിട്ടാത്തത്. പക്ഷേ അതിങ്ങനെ എന്താ പറയുക, ബസ്സിൽ പോകുമ്പോഴാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ഈ ഭംഗി ആസ്വാദനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ടിൻ്റെ മുട്ടൻ പണി കിട്ടിയായിരുന്നു. വേറെ ഒന്നല്ല, ഞാൻ വടക്കേ സ്റ്റാൻഡിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വടക്കേ സ്റ്റാൻഡിലല്ല പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടിരുന്നത് ശക്തനിലായിരുന്നു. അമലയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അമലയിലേക്ക് പോകാൻ ശക്തനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മാറിക്കാറാണ് വേണ്ടത്. പക്ഷെ ഇതിനെക്കുറിച്ച് വലിയ ബോധവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഞാൻ വലിയ സ്റ്റൈലിൽ കാർ എടുക്കാണ്ട് ബസ്സിൽ കയറി പുറപ്പെട്ടത് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്നതുണ്ടല്ലോ, ഇതൊരു സ്കൂളാണ് കേട്ടോ. പള്ളി സ്കൂളാണ്. അതായത് കപ്പൽ പള്ളി എന്നാണ് ആ ഒരു സ്കൂളിൻ്റെ പേര്. എൻ്റെ ചേട്ടൻ്റെ മക്കൾ 2 പേരും അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ട് വടക്കേ സ്റ്റാൻഡിൽ നിന്ന്. എന്താ സംഭവം എന്ന് വെച്ചാൽ, വടക്കേ സ്റ്റാൻഡിലത്തെ ഒരു കണ്ടക്ടർ എന്നോട് പറഞ്ഞു, അമലയിലേക്ക് പോകണം എന്ന് വെച്ചാൽ ശക്തനിൽ നിന്ന് കയറണം. ഇനിയിപ്പോൾ നിനക്ക് 1 മണിക്കൂർ എങ്ങനെ പോയാലും പിടിക്കും ശക്തനിലേക്കൊക്കെ എത്തി വരുമ്പോൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഓട്ടോ വിളിച്ചിട്ട് പൂങ്കുന്നം വരെ പോയിട്ട് അവിടെ നിന്ന് ബസ്സിൽ പോകാൻ പറഞ്ഞു. പക്ഷേ ഈ ഓട്ടോക്കാരൻ എന്നെ നല്ല രീതിയിൽ പറ്റിച്ചു കേട്ടോ. അയാൾ പറഞ്ഞു അങ്ങോട്ടേക്ക് അമലയിലേക്ക് ഇപ്പോൾ ബസ്സില്ല, ഓട്ടോയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ പോയി. ഓട്ടോയിൽ നമ്മുടെ ഓട്ടോമ്മ ഒരു ഇതുണ്ടല്ലോ, പൈസ അങ്ങനെ കാണിക്കുന്നത് മീറ്റർ, അതുമ്മ വന്നത് 150 രൂപയാണ്. ഇയാൾ എന്നോട് പറഞ്ഞു 300 രൂപ എന്ന് പറഞ്ഞു. എനിക്കറിയില്ലല്ലോ സംഭവം എന്താണ്. ഇത് ഏട്ടനെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏട്ടനെ എന്നെ ഒന്നുകൂടെ ചീത്ത പറഞ്ഞു കൊല്ലോട്ടോ, അത്രയും മന്ദബുദ്ധിയായിട്ട് നിൽക്കുന്നതിന്. പക്ഷെ നമുക്കിതിനെക്കുറിച്ച് വിവരക്കേടാണ്. ഓട്ടോറിക്ഷയിലൊന്നും അങ്ങനെ അധികം നമ്മൾ പോകാറില്ല. ബസ്സിലും യാത്ര വളരെ കുറവല്ലേ. അതൊരു പൊങ്ങച്ചായിട്ട് എടുത്ത് പറയുന്നതല്ല, എൻ്റെ മന്ദബുദ്ധി ഇത്തരത്തിനെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആളെ എന്നെ പറ്റിച്ചിട്ട് 300 രൂപ വാങ്ങിച്ചു കേട്ടോ. നമ്മളേരെ അവിടെ പണി നടക്കുന്നത് കൊണ്ടാണ്. കാരണം എനിക്കറിയാം അവിടെ വർക്ക് നടക്കുന്നുണ്ടെന്ന്. കഴിഞ്ഞ ചേട്ടൻ ഞാനും വടക്കുന്നാഥനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കുറേ നേരം ബ്ലോക്കിൽ പെട്ട് കിടന്നിരുന്നതാണ്. അപ്പോൾ ഞാനത് അങ്ങനെ അയാൾ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇതും കൂടാതെ എൻ്റെ ഒരു ഫോൾട്ട് എന്ന് വെച്ചാൽ, സജുവേട്ടൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഞാനത് നോക്കിയില്ല ആളത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്തെന്നുള്ളത്. തലേ ദിവസമായിരുന്നു അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസമാണ് ഞാനത് അറിഞ്ഞിട്ട് അന്നാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെല്ലുന്നത്. ഞാൻ ഈ സ്റ്റാറ്റസ് നോക്കുന്നതൊക്കെ വളരെ കുറവാണ്. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ നോക്കാറുള്ളൂ. വാട്സപ്പിൽ നിന്നല്ല, ഏതിലാണെങ്കിലും സ്റ്റാറ്റസ് നോക്കണ പരിപാടി എനിക്കില്ല. പക്ഷെ അപൂർവമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ വക സാധനങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എന്നെ പോലെ ഒരു തരം ചെയ്യാണ്ടിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലും മരിച്ചിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസമെങ്കിലും നമുക്കൊന്ന് അവിടെ പോയി അവരുടെ സങ്കടത്തിലൊന്ന് ചെന്ന് നിൽക്കാനെങ്കിലും പറ്റിയതിൽ ഓക്കെ, ഞാനതിൽ ഓക്കെയാണ് കേട്ടോ. പക്ഷെ ആ ഓട്ടോറിക്ഷക്കാരൻ ചെയ്ത ചെയ്ത്തിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഹായ് 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 ഹായ്. എവിടെ എൻ്റെ ചെറുത് നടക്കണ്ട കേട്ടാ. ചെറുത് ചേച്ചിമാരൊക്കെ വന്നപ്പോൾ അതാ പുറത്തിറങ്ങി നടക്കുകയാണ്. പൊന്നുവാ ഏത് പൊന്നു, മുറ്റത്തിറങ്ങി പിന്നെ പൊന്നുമില്ല കുഞ്ഞൂല്ല അല്ലേ. എന്തേ ആ പിന്നെ 4 മണിക്കൂറും വീടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടി വെച്ചിരിക്കുക. അതെ അതെയോ. കുട്ടപ്പനെ കുറേ നാളായില്ലേ നിങ്ങൾ കണ്ടിട്ട്. ഹായ്
കുട്ടപ്പനെ ഞാനും കാണാറില്ല കേട്ടാ. ചേച്ചി അനിയനൊന്ന് ചേട്ടനും അനിയത്തിയും കൂടിയിട്ട് ഇതാ ക്ലേ വെച്ച് സെറ്റാക്കാൻ പോവാണ്. പായുവിൻ്റെ ആ ക്ലേ എന്നാലും ഉണ്ടാക്കിയത്. അയ്യോ എല്ലാം നശിപ്പിച്ചു ഗായ്സ്. എല്ലാ മണിയും എന്താ തട്ടി മറിച്ചിട്ടിരിക്കുന്നു. അന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ ഇതാ പറങ്ങി കിടക്കുന്നു. അയ്യോ അതൊന്നും കൂടി നനച്ചു കൊടുത്തിട്ടേ. അയ്യോ വായുമ്പോൾ അത് ഒന്നുകൂടെ സെറ്റാക്കാൻ വേണ്ടി എടുത്തായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ പൊട്ടി പറഞ്ഞു വേണം. നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് കാണിച്ചാൽ കുട്ടി വന്നിട്ട് ഉണ്ടാക്കാൻ വേണേ പാത്രം. പായും വന്നിട്ട് ഉണ്ടാക്കാൻ വേണേ. പായി എന്താ ഉണ്ടാക്കാൻ വേണം? പായി നമുക്കൊരു ചട്ടി ഉണ്ടാക്കിയാലും ചട്ടി കറിച്ചട്ടി. ആ കുഞ്ഞേ ചട്ടി. ഒരു കാര്യം ചട്ടി ഉണ്ടാക്കിത്തേ. അമ്മൂട്ടിയുടെ ഐഡന്റിറ്റി കാർഡ് ഗൈസ്. എനങ്ങാണ്ടൊക്കെ അമ്മൂട്ടിയുടെ ഓഞ്ഞ ചിരി കണ്ടില്ലേ? നല്ല ഫോട്ടോ. അല്ല എന്ത് യൂണിഫോം ആരുടെ നടക്കണേ? അക്കടാ എവിടെ? അവിടെ വഴിയില് ഞാൻ മിറ്റടിച്ച് വരട്ടെ കേട്ടാ. നല്ല വൃത്തിയായിട്ടാ കിടക്കണം. ഇനി ഒരു മഴയും കൂടെ ഇപ്പം ഇതൊക്കെ വീണ്ടും ഇവിടെ തന്നെ കിടക്കും. ഓക്കെ അവിടെ കണ്ടില്ലേ കറിയ ചപ്പും ചോറാട്ടാ. അപ്പം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. അവിടെ അവർ രണ്ടാളപ്പോഴേക്കും പാത്രമൊക്കെ ഉണ്ടാക്കും. പാത്രമല്ലേ ഉണ്ടാക്കണേ? എനിക്ക് ആ ഓട്ടോറിക്ഷക്കാരൻ്റെ കാര്യം മനസ്സിൽ നിന്ന് പോകണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ചാർലിയുടെ കുത്തിവെക്കാനുള്ള മരുന്ന് നമുക്ക് വാങ്ങിക്കണമായിരുന്നു. അത് തൃശ്ശൂരിൽ നിന്നേ കിട്ടുള്ളൂ. വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാണ് അത് കിട്ടുക. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നിട്ട് വേറൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ കൂടിയാണ് ഞാൻ റൗണ്ട് മൊത്തം ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് 102 രൂപയാണ് ആയത്. ഞാൻ ജയലക്ഷ്മിയിലും കയറിയിട്ടുണ്ടായിരുന്നു. ജയലക്ഷ്മി വരെ എത്താൻ വേണ്ടിയിട്ട് 102 രൂപ ആ മീറ്ററിൽ കാണിച്ച അതേ പൈസ അയാൾ വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് കേട്ടോ. ഇയാൾ എന്നെ പറ്റിച്ചു എന്നുള്ളത്. അതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. ഞാൻ 300 രൂപ അത്രയും ദൂരം ഉണ്ടല്ലോ, അപ്പം ഉണ്ടാവുമായിരിക്കും. നമുക്കറിയില്ല മിനിമം ചാർജ് എത്രയാണ് വരുന്നത്, എത്ര മീറ്ററിൽ കാണിക്കുന്നത് തന്നെയാണ് വാങ്ങിക്കണത് എന്നുള്ള ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം മൊത്തം വന്നത്. എന്താണെങ്കിലും എനിക്കത് ഭയങ്കര സങ്കടമായി പോയി. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എല്ലാവരും പൈസയ്ക്കും വാല്യൂ ഉണ്ട്. ഒരു 150 രൂപ കൂടുതൽ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതവിടെ അങ്ങനെ കഴിയട്ടെ അല്ലേ. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പായും ചാർലിയും എന്താ അവിടെ സൈക്കിളും ഉള്ള മൽപ്പിടുത്തത്തിലാണ്. ചാർലിനെ കുളിപ്പിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പോവാട്ടോ. ചാർലിയെ കാണുന്നുണ്ടോ? കഴിച്ചെന്നെ നല്ല കൈ നോക്കിയേ. ചാർലി കുറേ നേരം മണ്ണിൽ നടന്നിട്ട് കൈമലൊക്കെ ആകെ ചെളിയാക്കി വെച്ചു. അപ്പോൾ എന്തായാലും ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞതൊക്കെ എനിക്ക് വെറുതെ ഇങ്ങനെ എന്താ പറയുക, സമയം പോയി മടി, വിഷമം, സങ്കടം അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം തൊട്ടിട്ട് എനിക്ക് ഇരിക്കാൻ തന്നെ സമയമില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് രാത്രി അങ്ങോട്ട് കിടന്നുറങ്ങുമ്പോണ്ടല്ലോ സുഖസുന്ദരമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങാം. ഇത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കും തലക്കൊക്കെ ആയിട്ടാണ് പറയുന്നുണ്ടായിരിക്കുക. ചാർലീനെ കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ബിഗ് ടാസ്ക് ആണ് കേട്ടോ. കാരണം അവൾ നല്ല മാന്തും കടിക്കുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന പോലെ നിന്ന് തരുമൊന്നുമില്ല. മുപ്പരാൾക്ക് ഈ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര അലർജിയാണ്. അങ്ങനെ കുറേ നേരത്തെ കുത്തിമറിയലിലും മാന്തലിനും പിടിക്കലിനൊക്കെ ശേഷം ഞങ്ങളിതാ കുളിപ്പിച്ച് ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബൊമ്മപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ മുപ്പരാൾക്ക്. വെള്ളം മേത്ത് വീണിട്ടുണ്ടെന്ന് വെച്ചാൽ ആകെ എല്ലും തോലുമാണ്. പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഡ്രയറിലൊക്കെ ആക്കി എടുക്കണം നേരത്തെ പാവം പിടിച്ച പോലെയാണ് കേട്ടോ എടുക്കുക. ഇത്രയും നമുക്ക് പാവം തോന്നും. ശരിക്കും നമ്മളൊരു വീട്ടിൽ നമ്മുടെ പെറ്റിനെയൊക്കെ വളർത്തുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അതൊന്ന് മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കും കേട്ടോ. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു കഴിവാണ്. ഞാൻ പറഞ്ഞില്ലേ ഏട്ടനായിട്ട് ഞാൻ തല്ലൂടി ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു നേരത്തൊക്കെ എനിക്കൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ എനിക്കൊരു റിലീഫ് എന്ന് പറയുന്നത് ചാർലി തന്നെയായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിരിക്കുമ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കലും എൻ്റെ കാലുമ്മ വന്ന് ഒഴിയലും ഞാൻ കിടക്കുന്നിടത്ത് വന്ന് കിടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് പിറ്റേ ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണെന്ന് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അമ്മൂട്ടിയുടെ നാൾ വരുന്നത്
ചിത്തിരിയാണ്, മിഥുന മാസത്തിലെ ചിത്തിരിയാണ് കേട്ടോ. ജൂലൈ 8-ാം തീയതിയാണ് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. 8/7/2011. അതാണ് അമ്മൂട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇവിടെ പായു അമ്മും ഇത്തിരി വലുതായതിനു ശേഷമുള്ളൊരു പ്രത്യേകതയാണ്, രണ്ടുപേരും പിറന്നാളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുക. അത് രണ്ടാളും അങ്ങോട്ടും കൂടെ അറിയൊന്നുമില്ല, സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ അമ്മൂട്ടി കാണാതെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനും പായും കൂടെ വാടാനപ്പള്ളി പോലെ നിങ്ങൾ കണ്ടു കാണും. അന്ന് വാങ്ങിച്ചതാണ് ജനതയെന്ന് കേട്ടോ. അപ്പോൾ ആദ്യമേ ഇവർ പോയപ്പോൾ എവിടെയോ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അത് ഓർമ്മ വെച്ചിട്ട് പായുമ്പോൾ ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണ് ഈ കാണുന്നത്. അപ്പോൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണം ചാർലിയുടെ വക, ഒരെണ്ണം പായുവിൻ്റെ വക. ചാറുണ്ട് ഗിഫ്റ്റ് ആട്ടാ. അമ്മൂട്ടിക്ക് സ്പൈഡർമാൻ ഇഷ്ടട്ടാ, അതുകൊണ്ട് ഞങ്ങൾ സ്പൈഡർമാൻ എടുത്തു. വരുമ്പോൾ കുറേ തെരഞ്ഞെടുത്തത്. അത് വെകിളിക്ക് ഇത് പറക്കാനാണ്. മിക്കി മൗസ് എടുത്തോളാം പറഞ്ഞപ്പോൾ പായ് പറഞ്ഞ് ചേച്ചിക്ക് സ്പൈഡർമാൻ ഇഷ്ടമാണ്. എന്തിനാ കവറ്? പായമ്മയുടെ ഗിഫ്റ്റ്, അമ്മയുടെ ഗിഫ്റ്റ്, അച്ഛൻ്റെ ഗിഫ്റ്റും അമ്മ ഇന്നലെ തന്നിട്ടുണ്ട് കേട്ടാ. അതും മനസ്സിലായില്ല അല്ലേ? അയ്യോ അമ്മ നൈസായി പറ്റിച്ച് ഞങ്ങൾ. അവൾക്കത് പറക്കാനാണ്. അത് ഉണ്ടാ, ഞാൻ പറഞ്ഞില്ല അവൾക്കത് പറക്കാൻ പോകാനാണ്. എടേ തിന്നുണ്ടോ നോക്കട്ടാ. തിന്നണ്ട, നക്കുണ്ടെന്നുണ്ട് അല്ലേ? ആ വിഴുങ്ങി പോവേ. അമ്മൂട്ടി ഇത് കഴിഞ്ഞാൽ അത് അടിച്ചു വരി കളയാട്ടാ. നിന്റെ പറഞ്ഞാലല്ലേ. What is this? What is this? അടുത്ത് വന്ന് കാണിച്ചു തരാം. This is paper weight guys. പേപ്പർ വെയിറ്റ് ആണ് ഇത്. പേപ്പർ പറന്ന് പോകാണ്ടിരിക്കാനൊക്കെ എന്താണ്. പക്ഷെ ഇവിടെ പെൻ ഹോൾഡർ ഉണ്ട്, 2 പെൻ ഹോൾഡർ ഉണ്ട്. ഇങ്ങനെയൊക്കെ അമ്മൂട്ടിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ട് പായുമ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടടിയാണ്. എന്ത് രസം കാണാൻ. നോക്കിയത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് എന്ത് രസമാണ്. അതൊരു പാലുമളത്തിൽ പോണ പോലെയുണ്ട്. അങ്ങനെ അമ്മൂട്ടിക്ക് 14 വയസ്സായിരിക്കുന്നു ഗൈസ്. 14 വയസ്സുകാരുടെ അമ്മയാണ് ഞാൻ 14-ാമത്തെ വയസ്സിലുണ്ടോ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. അമ്മൂട്ടി ഇതാ 15-ാമത്തെ വയസ്സിലാണ്, പായു 16-ാമത്തെ വയസ്സിലാണ്. ഇതാ കോമഡിയാണ്. ഞാൻ പറയാറുണ്ട് പായിൻ്റെ അടുത്ത്, പായ് തള്ളച്ചാവും +2 ഒക്കെ ആവുമ്പോഴേക്കും എന്ന്. കാരണം പായിനെ നമ്മൾ ഇത്തിരി ലേറ്റ് ആയിട്ടല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അമ്മൂട്ടിക്ക് ഇതാ മധുരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യാറുണ്ടോ? പിറന്നാളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് മധുരം കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുക്കാറില്ല എങ്കിൽ നമ്മൾ ആദ്യമായിട്ട്, അതായത് പിറന്നാൾ ദിവസം ആദ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണം മധുരമായിരിക്കണം കേട്ടോ. അത് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. എന്തെങ്കിലും ഒരു തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ എന്തെങ്കിലും മധുരമുള്ള ഐറ്റംസ്, മിഠായിയോ എന്തെങ്കിലും ആണെങ്കിലും കൊടുക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ടും ചെയ്യണേ. ഇന്നലെ ഞാൻ ജയലക്ഷ്മിയിൽ പോയപ്പോൾ അമ്മൂട്ടിക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് അമ്മയുടെ അച്ഛൻ്റെയും ഗിഫ്റ്റ് കേട്ടോ ഈ ഒരു പ്രാവശ്യത്തെ. അതും കൂടാണ്ട് അമ്മൂട്ടിക്ക് വേറെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ വലിയ കാര്യമായിട്ടൊന്നുമല്ല, നമുക്ക് സ്കൂളിലേക്ക് പുസ്തകം കൊടുക്കണം. പിറന്നാളാകുമ്പോൾ ഇവരെ സ്കൂളിൽ കഴിഞ്ഞ വർഷം വരെ നമുക്ക് സ്കെയിലോ പെൻസിലോ കളർ പെൻസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. പ്രാവശ്യം തൊട്ട് അതും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഠായി പിന്നെ ഓൾറെഡി അലൗഡ് അല്ല. എന്നിരുന്നാൽ കൂടിയിട്ട് പുസ്തകം നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. അമ്മൂന് കപ്പ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ തന്നെ പായുവിന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിനൊരു വിഷമാവില്ലേ. അപ്പോൾ ഞാൻ പായുവിന് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തോളാം പറഞ്ഞപ്പോൾ മിന്നി മൗസിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അമ്മൂട്ടിക്ക് പിന്നെ
നമ്മുടെ സ്പൈഡർമാനിൻ്റെയും. അപ്പോൾ അങ്ങനെ 2 വാങ്ങിയിട്ട് കപ്പിൻ്റെ ഉദ്ഘാടനം നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമുക്കിന്ന് കാലത്തേക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. സദ്യയൊന്നും പിന്നെ ഞാൻ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചു. കാരണം കാലത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ മുട്ടി വരുന്നത് 4:30 4:45 ആയിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ പിന്നെ സദ്യ കഴിക്കാൻ നമുക്ക് സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ പായസം വയ്ക്കാം. പായസം ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ടും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് ആർക്ക് പിറന്നാളാണെങ്കിലും അമ്മയുടെ പിറന്നാൾ മാത്രമേ ഞങ്ങൾ അറിയാണ്ട് പോകാറുള്ളൂ കേട്ടോ. എൻ്റെയും അച്ഛൻ്റെയും ചേട്ടൻ്റെയൊക്കെ പിറന്നാളിന് മുടങ്ങാതെ വെക്കുന്ന ഒരു ഐറ്റമാണ് അച്ഛൻ സേമിയ പായസം അല്ലെങ്കിൽ പാൽപ്പായസം. ഇതെന്തായാലും ഞങ്ങളുടെ പിറന്നാളിന് അച്ഛൻ വെച്ചിരിക്കും കേട്ടോ. ഇഡ്ഡലിക്ക് കറിയായിട്ട് ഉണ്ടാക്കിയത് പൊട്ടാറ്റോ തക്കാളി കറിയാണ് കേട്ടോ. അപ്പോൾ അതും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ എളുപ്പപ്പണിയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ കൂടുതലും ഉൾപ്പെടുത്താറുള്ളത്. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. കുട്ടികൾക്ക് ഉച്ചക്കലേക്ക് നെയ്പ്പരിപ്പും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ കറിയുണ്ട്, നെയ്പ്പരിപ്പും ഉണ്ട്. ഇത് രണ്ടും ഇന്നത്തേക്ക് നമുക്ക് ധാരാളമാണ്, കുശാലാണെന്ന് പറയാം. ഞാൻ പീരീഡ്സ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ചാർലിയും കൂടി പോവാണ് കേട്ടോ. നമ്മളെങ്ങടെ പോണ പൊന്നു? ഞങ്ങൾക്ക് ഇന്ന് വാക്സിനേഷൻ ഉണ്ട്, 2nd വാക്സിനേഷൻ. അപ്പം അതെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താവോ എന്തോ എന്നെ കടിച്ചു പൊളിക്കും ദൈവത്തിന് മാത്രം അറിയാമോ. ചാരു പൊന്നെ നോച്ച പൊന്നേടെ ചുണ്ടു ചുണ്ടു കേട്ടോ വീഴുവേ കൊണ്ട് വിളിച്ചേ വിളിക്കേ. എന്നിട്ട് ഞാൻ പായിനെ കളിപ്പിച്ചു കൊടുക്കാം. വിളിക്കേ വിളിക്കേ. പന്നമ്പിളിന്ന് വിളിക്കണ മുതലാരാന്നറിയോ? പൊന്നമ്പിളി നടക്കണ്. അമ്മാമ്മ എത്ര നാൾ പൊന്നമ്പിളിന്ന് വിളിച്ചോളൂ പായിനിട്ടാ. ഇപ്പൊ പൊന്നമ്പിളി ചാർലി പായ അല്ലെങ്കിൽ പറയാറുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ ചാർലിനോട് ഇഷ്ടം. ഫോം വിളിച്ചാല് ചാർലിനല്ലേ, ചാർലി എവിടെയെന്നല്ലേ ചോദിക്കാറ്. അപ്പൊ പറയാം അമ്മമ്മക്ക് എന്നോടല്ല ഇഷ്ടം, ഇപ്പൊ ചാർലിനോട് ഇഷ്ടം. ഇനി ഇതും കൂടെ കേട്ട തീരുമാനായി. അയ്യോ അപ്പൊ എന്നെ വിളി മാവു പറയണ്ടല്ലോ. മാവു പറയണ അയ്യോ കയറും 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 കയറും. മുറുക്കരുതേ ഇറുക്കരുതേ. ഇല്ലാട്ടാ പോവാ, നമുക്ക് വീട്ടിൽ പോവാ, കുളി പോവാ, നമുക്ക് ചേച്ചിയുടെ കുളി പോവാ. ചേച്ചീനെ കൊണ്ടുവരാൻ പോവാ. ചുന്തിരിയേ ചോ ചോ സുഖം സുഖാണ് സുഖം. എല്ലാരടുത്തും ഞാൻ കാര്യം ഞങ്ങൾ മീൻ മേടിച്ചുട്ടാ അവിടെ വെച്ചു. ഒരാളെന്റെ വാലിയ അച്ചമീന് ചാർലിക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. മീനിന്റെ ടേസ്റ്റ് അറിയാട്ടാ. ചിക്കൻ മേടിക്കുമ്പോ പക്ഷെ മീൻ ഒരിക്കലും അവള് തിന്നുള്ളൂ, ഒരിക്കൽ കൊടുത്തിട്ട് തിന്നില്ലേ അവള്, കളയല്ലേ ചെയ്ത് നമ്മള്. കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അവള് ഒരിക്കൽ മര്യാദക്ക് കഴിച്ചു ചെറുപ്പത്തില്. പിന്നെ കൊടുത്തിട്ട് തുണ്ടെന്നിട്ട് ബാക്കി കൊണ്ടേ കളഞ്ഞു. മീൻ ഒരു എണ്ണം കൊടുത്തിട്ട് തിന്നില്ല. കുവിക്ക് കൊടുത്തപ്പോ നമ്മള് പായസമൊക്കെ ഉണ്ടാക്കിണ്ട് കേട്ടാ. പാലട സെറ്റ്, സോറി സേമിയ. അമ്മൂട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഇതെന്താ ബർത്ത്ഡേ കാർഡാണ് കേട്ടോ. ഇത് നമ്മുടെ പ്രിൻസിപ്പാളിന് കൊടുക്കുക അവർക്ക് ബർത്ത്ഡേക്ക്. അങ്ങനെ അമ്മൂട്ടിക്ക് 14 വയസ്സായിരിക്കുന്നു ഗായ്സ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടാവുന്നല്ലേ? ഇല്ല, ഇതിന് വിഷമിക്കണേ. ഇനി അടുത്ത കൊല്ലം 15 ആവും, അത് കഴിഞ്ഞ് 25 ആവും, അത് കഴിഞ്ഞ് 35 ആവും. ഇന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അമ്മ നമുക്ക് പോത്തിൻ്റെ തണ്ടൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ തണ്ടൽ വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് കഴിച്ചാലൊന്നും നമ്മുടെ തണ്ടൽ വേദന മാറാൻ പോണില്ല. എന്നിരുന്നാൽ കൂട്ടിയിട്ട് സൂപ്പ് വെച്ച് കുടിക്കാൻ പറഞ്ഞിട്ട് അമ്മയുടെ ഒരു സമാധാനത്തിന് അമ്മ അത് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും പിറ്റേ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് അമ്മൂട്ടിക്ക് മാത്രമേ ക്ലാസ്സുള്ളൂ കേട്ടോ. പായുമ്പയ്ക്ക് ക്ലാസ്സില്ല. ശനിയാഴ്ചക്കലത്തെ വ്ളോഗാണിത്. അങ്ങനെ അമ്മൂട്ടി പോയതിനു ശേഷം ഞാനും പായുമ്പയും കൂടി ഗുരുവായൂർക്ക് പോയി. ചെമ്പയിലെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി മുല്ലശ്ശേരിയിൽ പായു നാടോടി നൃത്തം കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും കൂടി ഉണ്ട് കേട്ടോ. അത് വൈകിട്ടാണ് 6 മണിക്കാണ് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കൊറിയർ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓയിൽ
അയക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡൊക്കെ എൻ്റെ കയ്യിൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന കാർഡ്ബോർഡൊക്കെ പറക്കി ശേഖരിച്ച് അത് ഓരോരോ ഷേപ്പിലൊക്കെ ആയിട്ടാണ് ഇത്ര നാളൊക്കെ പോയിരുന്നത്. കുറച്ച് പേർക്കൊക്കെ നല്ല രീതിയിൽ നല്ല കാർഡ്ബോർഡ് നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു, ഓർഡർ ചെയ്തിട്ട് കിട്ടാനും വൈകിപ്പോയി. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനും പായും കൂടിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാടാനപ്പള്ളിയിൽ പോയി കൊറിയർ അയച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നാടോടി നൃത്തത്തിൻ്റെ ക്ലാസ്സിന് വേണ്ടി പോയത്. നമ്മൾ നാടോടി നൃത്തം പഠിക്കുന്നത് മയൂരയിലാണ് കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ചിരുന്നത് മയൂരി, ഇത് മയൂര. അനീഷ ടീച്ചറുടെ അടുത്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ കോമ്പറ്റീഷന് ഒന്ന് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് പായു നാടോടി നൃത്തം കളിക്കാൻ പോകുന്നത്. അവൾക്കത് പറ്റണമൊന്നുമില്ല കേട്ടോ, അഭിനയവും കാര്യങ്ങളൊന്നും വരണമൊന്നുമില്ല. എന്നാലും ഞാൻ വിചാരിച്ചു അങ്ങനെ കയറി പരിചയിച്ചിട്ട് തന്നെയല്ലേ എല്ലാതും സെറ്റായി വരുള്ളൂ. ഇത് ആദ്യത്തെ നമ്മളൊരു ട്രയലായിട്ട് മാത്രം എടുത്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവൾക്ക് ഭയങ്കര ടെൻഷൻ കൂടുതലാണ്. ഒരു സാധനം കിട്ടിയില്ല എന്ന് വെച്ചാൽ കരയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ ഒരു കരച്ചിൽ പാസ്സാക്കി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അഭിനയം എന്ന് പറഞ്ഞ സാധനം നമുക്ക് മുഖത്ത് വരണമല്ലോ, അത് വരുന്നില്ല. അപ്പോൾ മുപ്പൾക്ക് ടെൻഷൻ, എനിക്ക് കളിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വൈമാടിയിലേക്ക് വന്നു കേട്ടോ. അവിടെ ഓഫർ അടക്കമുണ്ട്, 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കുറേ പേര് പറയേണ്ട ഉടായിപ്പാണ്, വില കൂട്ടിയിട്ടിട്ട് പകുതി വിലയ്ക്ക് വിൽക്കണമെന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കുന്നതാണെന്നൊക്കെ പറയണൊക്കെ ഉണ്ട്. എന്തോ ആയാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഓഫർ പ്രമാണിച്ചിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനവും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് തന്നെ ആദ്യം ഹാർപ്പിക്കൊക്കെ വാങ്ങിച്ചിരുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് സോപ്പും പൊടി വാങ്ങിക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കൊട്ട, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ അത്രയും വാങ്ങിച്ചിട്ടുള്ളൂ. അതന്നെ വാങ്ങിച്ചിട്ടായിട്ട് 3500 രൂപ. ഇപ്പം ഈ കാണുന്നത് ഞായറാഴ്ചക്കാലത്തെ വീഡിയോ ആണ് കേട്ടോ. കാലത്ത് തന്നെ നമ്മുടെ ജയഗാർഡിൻ്റെ ടീം വന്നിട്ടുണ്ടായിരുന്നു വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീട് ഒന്ന് ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അയ്യോ, ഞാൻ തുമ്മി ഒരു വിധാവാറുണ്ട്, നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ. ഞാൻ പറയാറില്ല എനിക്ക് തുമ്മലിൻ്റെ പ്രശ്നം, അതായത് അലർജി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പൊടിയും കൂടെ കൂടുമ്പോൾ നമ്മൾ എത്രയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരെ വിളിച്ചിട്ട് വൃത്തിയാക്കിപ്പിച്ചാലും ഇത്രയും ക്ലീൻ ആവില്ല എന്ന് ഞാൻ എവിടെ വേണേലും എഴുതി ഒപ്പിട്ട് തരും കേട്ടോ. അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. നമുക്ക് വീണ്ടും സത്യസന്ധത പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രയും സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എൻ്റെ വീട് കാണുമ്പോൾ ഇരിക്കുന്നത്. ഒരു മാറാമ്പലയോ ഒരു പൊടിയോ ഒന്നുമില്ലാണ്ട് ജനലയുടെ കമ്പിക്കുണ്ടല്ലോ പളുപളു പോലെ ഇങ്ങനെ തിളങ്ങാന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. വാതിലിൻ്റെ ഇടകളുണ്ടാവുമല്ലോ ഇങ്ങനെ ഡിസൈനൊക്കെ കൊടുത്തുള്ളത്, അതൊക്കെ ക്ലീനാക്കി എല്ലാം നല്ല വൃത്തിയാക്കി തരുന്നുണ്ട് കേട്ടോ. ഉച്ചക്കലേക്കുള്ള ഫുഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊപ്പം ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ ആൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിച്ചു കേട്ടോ. കിച്ചണൊക്കെ ക്ലീൻ ആക്കണ കാരണം എനിക്ക് കുക്കിംഗ് ഇന്ന് അതിൻ്റെ ഉള്ളിൽ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കാലത്തൊന്നും. അപ്പോൾ ഉച്ചക്കലേക്കുള്ള ഫുഡ് നമ്മൾ കാർത്തിക് ഭവനിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കേട്ടോ. ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കനാണ് വെച്ചത്. ഇവരുടെ സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് വരുന്നത് 6.5 അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്തേക്കൂ. നന്നായിട്ട് അവർ ഡീപ്പ് ക്ലീൻ ചെയ്ത് നമ്മുടെ വീട് ഫ്രഷ് ആക്കി തരും കേട്ടോ. അതുപോലെ തന്നെ സ്പെഷ്യൽ ഇവർക്കായിട്ടുള്ള വർക്കുകളുണ്ട്. അതായത് സോഫ ക്ലീനിങ്ങും ഫ്രിഡ്ജ് ക്ലീനിങ്ങും AC/D ബാത്റൂമും എല്ലാതും ഇങ്ങനെ സ്പെഷ്യലായിട്ട് നമുക്ക് പെസ്റ്റിസൈഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആവശ്യക്കാർ എന്തായാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ കാലത്ത് 10 മണിക്ക് വന്നിട്ട് വൈകിട്ട് 10 മണിയായിട്ടാണ് കേട്ടോ പോണത്. നമുക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നും. കാരണം പണിയെടുത്ത് മട്ടില്ലേ മനുഷ്യന്മാർക്ക്. നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കൽ എപ്പോഴേ സൈഡായെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇവർ ഇത്രയും നന്നായിട്ട് അതൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അവർ നമ്മുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കേണ്ടത് നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട്. അതൊക്കെ നമുക്ക് അത്രയും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. വൈകുന്നേരത്തെ ഫുഡൊക്കെ അവർ നന്നായി ആസ്വദിച്ച് കഴിച്ച് നമ്മുടെ അടുത്ത് യാത്ര പറഞ്ഞ് പോയി കേട്ടോ. ഇനി എപ്പോഴെങ്കിലും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.